എനിക്ക് ഇതിൻ്റെ ചാർജ് തന്നതിന് ശേഷം പരമാവധി യു ഡി എഫിന് ലഭിക്കാവുന്ന വോട്ടുകൾ ഞങ്ങൾ സമാഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 10 സീറ്റ് ഇത്തവണ 19 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ ബി ജെ പിയുടെ ഇവിടുത്തെ വിജയത്തിൽ CPM-നൊരു പങ്കൊക്കെ ഉണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇപ്പോൾ വാർഡ് ബേസിൽ തന്നെ പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച പല സീറ്റുകളുമാണ് ഇത്തവണ അവർ തോറ്റുപോയത്. നേരെ മറിച്ച് UDF ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 ഞങ്ങൾ 3-ാം സ്ഥാനത്ത് പോയ ചില സീറ്റുകൾ പോലെ ഇത്തവണ ഞങ്ങൾ ജയിച്ചു. ഉദാഹരണത്തിന് പട്ടം, മുട്ടട വാർഡുകളിലൊക്കെ കഴിഞ്ഞ തവണ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. ഇത്തവണ ഞങ്ങൾ ജയിച്ചു നല്ല മാർജിനോട് കൂടിയിട്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വോട്ട് കച്ചവടം CPM BJP ആയിട്ട് നടന്നു എന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. പക്ഷേ അതിനിടയിൽ പോലും നല്ല രീതിയിൽ വോട്ട് സമാഹരിക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ, കഴിഞ്ഞ തവണ നേമത്തെ BJP-യുടെ അക്കൗണ്ട് പൂട്ടിച്ചത് അവരുടെ കഴിവാണെന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് എന്താ, 2016 കോൺഗ്രസിൽ നിന്ന് പോയ വോട്ടുകൾ ആണ് BJP-യെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലേക്ക് വോട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ BJP പരാജയപ്പെട്ടു. അത് ഇപ്പോഴെങ്കിലും സംഭവിച്ചല്ലോ. പിന്നെ തൃശ്ശൂർ നടന്നതിൽ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർക്കുമ്പോൾ BLO-മാരൊക്കെ എവിടെ പോയിരുന്നു എന്ന്. BLO-മാരിൽ എല്ലാവരും BJP-കാരാണ്. എത്ര BLO-മാരുണ്ടോ BJP-യുടെ സംഘടനയിൽപ്പെട്ടവർ? മഹാഭൂരിപക്ഷം CPM-കാരായിരുന്നു. ഇതൊക്കെ കൂട്ടുകച്ചവടമാണ്. അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലൊന്നും ഇവിടെ ചിലവാവില്ല. അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് CPM-ഉം BJP ആയിട്ടുള്ള വോട്ട് കച്ചവടമാണ്. അല്ല, ഞാൻ പറയാം, കഴിഞ്ഞ തവണ ലോക്സഭയിൽ BJP നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക്. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ അവർക്ക് 8000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ 5700 വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ. അതുപോലെ തന്നെ നേമത്തും കഴിഞ്ഞ തവണത്തെ 20,000-ൻ്റെ ലീഡുണ്ടോ ഇത്തവണ? അതും താഴേക്ക് പോയില്ലേ. അപ്പോൾ എവിടെയാണ് BJP-ക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത്? എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 51 സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട്. അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ UDF ഇപ്പോൾ തന്നെ കലഹം തുടങ്ങിയെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ഗോവിന്ദൻ മാഷ് ഇടയ്ക്ക് ചില തമാശ പറയും എൻ്റെ കൂട്ടത്തിൽപ്പെട്ട. ഞങ്ങൾ ലീഗുമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങളും കേരള കോൺഗ്രസിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതുപോലെയാണ് CPM CPI ആയിട്ട്. വെള്ളാപ്പള്ളിനെ കാറിൽ കയറ്റിയ ശരിയോ തെറ്റോ അതിൻ്റെ വരെ ഡിബേറ്റ് നടക്കുകയല്ലേ. ഞങ്ങളുടെ മുന്നണിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയുള്ളവരൊക്കെ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. എങ്ങനെ? അതിൻ്റെ മറുപടി വിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വിനോയ് വിശ്വം തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് UDF-ൽ കെട്ടുറപ്പില്ല. UDF-ന് ഒരു കുഴപ്പമില്ല. എന്താണ് വിളിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ട് വിളിച്ചായിരിക്കും. അത് അങ്ങനത്തെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരാൾ ചെയ്യാൻ പാടില്ല. കാരണം ഈ രാജ്യത്തുള്ള പിന്നോക്കക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്ത, എന്നാൽ എല്ലാവരെയും സമന്മാരായി കണ്ട ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ കസേരയിലാണ് താൻ ഇരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ആ ബോധമുണ്ടാവണം. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലത്തെ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ നോക്കണം. ഒരിക്കലും അങ്ങനെ അധികം വർഗീയ പരാമർശം നടത്താൻ പാടില്ല. തെറ്റ് തന്നെയാണത്. ഈ സമുദായത്തിനെ പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ഭൂഷണമാണോ? അത് അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? എത്രയും നല്ല ബന്ധം ഉണ്ടായിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന CPM-നെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നു, മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു. അതിൽ CPM-ന് ഉത്തരവാദിത്വം ഉണ്ട് കാര്യത്തിൽ. അങ്ങനെയുള്ളൊരു വ്യക്തിയെ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ച രീതി ശരിയായിരുന്നോ? അപ്പം
വെള്ളാപ്പള്ളിക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് തിരുത്തേണ്ട ചുമതല മുഖ്യമന്ത്രിക്കുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. ഞങ്ങളധികം മുമ്പേ അദ്ദേഹം ഞങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിനെ വന്ദിക്കാനുമില്ല, എന്നാൽ നിന്ദിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് 1% പോലും ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങൾ തെറ്റാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാനും നിവർത്തിയില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്.